നഗരത്തിലെ ഏറ്റവും വലിയ ആ മൾട്ടിനാഷണൽ കമ്പനിയുടെ കോൺഫറൻസ് ഹാളിന് പുറത്ത് അനന്യ നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് സാധാരണയേക്കാൾ ഇരട്ടിയായിരുന്നു. കയ്യിൽ തൻ്റെ സർട്ടിഫിക്കറ്റ് ഫയലുകൾ മുറുക്കെ പിടിച്ച് നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ് ആകെ പരിഭ്രാന്തയായി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണിന്ന്. വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിൻ്റെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും തപസ്സിൻ്റെയും ഫലമായാണ് ആ കോടീശ്വരന്മാരുടെ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന മാനേജർ തസ്തികയിലേക്കുള്ള അവസാനത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിന് യോഗ്യത നേടാൻ അവൾക്ക് സാധിച്ചത്. അനന്യയെ സംബന്ധിച്ച് ഈ ജോലി വെറും ഒരു കരിയർ ഉയർച്ചയായിരുന്നില്ല, മറിച്ച് അവളുടെ കുടുംബത്തിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. വീട്ടിൽ മരുന്നിന് പോലും പണമില്ലാതെ മരണത്തോട് മല്ലിടുന്ന അവളുടെ രോഗിയായ അമ്മയുടെ ചികിത്സയും പട്ടിണിയിലായ കുടുംബത്തിൻ്റെ പട്ടിണിയും മാറണമെങ്കിൽ ഈ ഒരൊറ്റ ജോലി അവൾക്ക് കിട്ടിയേ തീരൂ. എന്നാൽ വിധി അവൾക്കായി കരുതി വെച്ചത് കടുത്തൊരു പരീക്ഷണമായിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫൈനൽ തീരുമാനത്തിന് മുന്നിലിരുന്ന് 2 പേർ മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്ന്, സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ച് അവിടെ എത്തിയ അനന്യ. 2, അവളുടെ പഴയ കോളേജ് സുഹൃത്തും വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനുമായ ദീപക്. അനന്യ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ റൂമിലേക്ക് നോക്കി നിന്നു. പക്ഷേ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ വിളി വരുന്നതിന് തൊട്ട് മുൻപ് ദീപക് വളരെ തന്ത്രപൂർവം അനന്യയെ അവിടെ നിന്നും ക്യാൻറ്റീനിലേക്ക് മാറ്റി വിളിക്കുന്നത്. വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനായതുകൊണ്ട് തന്നെ പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെയും അഹങ്കാരം ദീപകിൻ്റെ ഓരോ ചലനങ്ങളിലും ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിലെ ഒരു വിജനമായ കോണിലെ മേശയ്ക്ക് ഇരുവശത്തുമായി അവർ ഇരുന്നു. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി അവൻ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും വളരെ പതുക്കെ ഒരു വില കൂടിയ പേനയും തിളങ്ങുന്ന പുതിയൊരു ചെക്ക് ബുക്കും പുറത്തെടുത്തു. അനന്യയുടെ മുഖത്തേക്ക് നോക്കി പരിഹാസത്തോടെ ഒരു വക്ര ചിരി ചിരിച്ചുകൊണ്ട് അവൻ ആ ചെക്കിൽ 10 ലക്ഷം രൂപ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി. എന്നിട്ട് ആ ചെക്ക് കീറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ അവൻ സംസാരിക്കാൻ തുടങ്ങി. അനന്യ എത്ര നന്നായി പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താലും എത്ര മികച്ച രീതിയിൽ മറുപടി നൽകിയാലും ഈ ജോലി അവൾക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന ഞെട്ടിക്കുന്ന സത്യം അവൻ വിളിച്ചു പറഞ്ഞു. കാരണം ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഹെഡ് തൻ്റെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാണെന്നും പണവും സ്വാധീനവും ഉപയോഗിച്ച് താൻ ഇതിനോടകം തന്നെ ആ കസേര ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും അവൻ അഹങ്കാരത്തോടെ വ്യക്തമാക്കി. വെറുതെ ഈ ഇൻ്റർവ്യൂ റൂമിൽ കയറി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് നാണം കെടേണ്ടതില്ലെന്ന് ദീപക് അനന്യയെ ഓർമ്മിപ്പിച്ചു. താൻ നീട്ടുന്ന ഈ 10 ലക്ഷം രൂപയുടെ ചെക്കും വാങ്ങി ഇപ്പോൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനാണ് അവൻ ആവശ്യപ്പെട്ടത്. അവളുടെ വീട്ടിലെ കടുത്ത ദാരിദ്ര്യവും മരുന്നിന് പോലും പണമില്ലാതെ മരണത്തോട് മല്ലിടുന്ന അവളുടെ രോഗിയായ അമ്മയുടെ അവസ്ഥയും തനിക്കറിയാമെന്നും അമ്മയുടെ ചികിത്സയ്ക്ക് നിലവിൽ ഈ തുക ധാരാളമാണെന്നും അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അനന്യയാകെ തകർന്നുപോയി. വർഷങ്ങളായി താൻ കണ്ട സ്വപ്നങ്ങളും കഠിനാധ്വാനവും പണത്തിൻ്റെ തിളക്കത്തിൽ സ്വന്തം സുഹൃത്ത് തന്നെ വില പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു പോയെങ്കിലും തൊട്ടടുത്ത നിമിഷം ആ തകർച്ചയിൽ നിന്നും അവളുടെ ഉള്ളിലെ ആത്മാഭിമാനം ശക്തമായി ഉയർന്നു. കണ്ണീരൊഴുക്കി തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. തന്നെയും തൻ്റെ കഴിവിനെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും
മോശമായി ചിത്രീകരിച്ച ദീപക്കിന് നേരെ സിംഹത്തെപ്പോലെ അവൾ പ്രതികരിച്ചു. മേശപ്പുറത്തിരുന്ന ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് ദേഷ്യത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. സ്വന്തം കഴിവിനെയും അമ്മയുടെ രോഗാവസ്ഥയെയും വില പറയാൻ മാത്രം ദീപക്കോ അവൻ്റെ അച്ഛൻ്റെ പണമോ വളർന്നിട്ടില്ലെന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവിഹിതമായും മറ്റൊരാളുടെ അവസരം തട്ടിയെടുത്തും നേടുന്ന ഒരു ജോലിയും തനിക്ക് ആവശ്യമില്ലെന്നും സ്വന്തം കഴിവിലും അധ്വാനത്തിലും വിശ്വസിച്ച് ആ ഇൻ്റർവ്യൂ ബോർഡിനെ താൻ നേരിടുമെന്നും അവൾ വ്യക്തമാക്കി. പണത്തിനു മേൽ തൻ്റെ ആത്മാഭിമാനവും സത്യസന്ധതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീപക്കിൻ്റെ അഹങ്കാരം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ശക്തമായി മറുപടി നൽകിയ ശേഷം അനന്യ ആ ക്യാൻറ്റീനിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ക്യാൻറ്റീനിലെ ആ കടുത്ത തർക്കത്തിനു ശേഷം ദേഷ്യം കൊണ്ടും നെഞ്ചിടിപ്പ് കൊണ്ടും വിറയ്ക്കുന്ന മനസ്സോടെയാണ് അനന്യ ഇൻ്റർവ്യൂ റൂമിന് മുന്നിൽ തിരിച്ചെത്തിയത്. പെട്ടെന്ന് തന്നെ അവളുടെ പേര് അകത്തേക്ക് വിളിക്കപ്പെട്ടു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് ഉള്ളിലെ ഭയമെല്ലാം മാറ്റിവെച്ച് അവൾ ഈ ഇൻ്റർവ്യൂ റൂമിലെ വലിയ ഗ്ലാസ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആ റൂമിലെ എയർ കണ്ടീഷണറിൻ്റെ തണുപ്പിലും അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. വിശാലമായ ആ മുറിയുടെ നടുവിലായി വലിയൊരു ഓഫീസ് മേശയും അതിനു പിന്നിലായി ചെയർമാൻ്റെ ഉയർന്ന കസേരയും ഉണ്ടായിരുന്നു. മേശപ്പുറത്തിരുന്ന വലിയ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് നോക്കിക്കൊണ്ട് ആ കസേരയിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അനന്യ അകത്തേക്ക് കയറിയതും ആ കസേര സാവധാനം അവളുടെ നേരെ തിരിഞ്ഞു. കസേരയിൽ ഇരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയ അനന്യ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് വിശ്വസിക്കാനാകാതെ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നുപോയി. കാരണം ആ അത്യാധുനിക മുറിയിൽ വില കൂടിയ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പദവിയിൽ ഇരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇതേ കമ്പനിയുടെ പടിവാതിൽക്കൽ ആരും തിരിഞ്ഞു നോക്കാതെ കീറിയ വസ്ത്രങ്ങളോടെ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന വലിപ്പ ചെറുപ്പത്തിൻ്റെ പേരിൽ പലരും പരിഹസിച്ചു തള്ളിയിരുന്ന വൃദ്ധനായ മാധവനായിരുന്നു അത്. അനന്യയെ കണ്ടതും മാധവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വർഷങ്ങളായുള്ള തിരച്ചിലിനൊടുവിൽ തൻ്റെ രക്ഷകയെ കണ്ടെത്തിയതിൻ്റെ വലിയ ആശ്വാസവും സന്തോഷവും വ്യക്തമായിരുന്നു. കൃത്യം ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് ദീപക്കും വളരെ അഹങ്കാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആ റൂമിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നു. തൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന CEO തന്നെ മാത്രമേ പരിഗണിക്കൂ എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. അവൻ അനന്യയെ ഒരു പരിഹാസ ചൊവ്വയോടെ നോക്കി. എന്നാൽ റൂമിലേക്ക് കയറി വന്ന ദീപക്കിനെ തിരിഞ്ഞു നോക്കാൻ പോലും മാധവൻ തയ്യാറായില്ല. അദ്ദേഹം മേശപ്പുറത്തിരുന്ന മാനേജർ തസ്തികയുടെ ഔദ്യോഗിക അപ്പോയിൻമെൻ്റ് ഓർഡർ അടങ്ങിയ ഫയൽ കയ്യിലെടുത്തു. എന്നിട്ട് ദീപക്ക് നോക്കി നിൽക്കെ അത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും അനന്യയ്ക്ക് നേരെ നീട്ടി. താൻ പണം കൊടുത്ത് മാറ്റാൻ നോക്കിയ തൻ്റെ അച്ഛൻ ശുപാർശ ചെയ്ത ആ വലിയ പദവി ഒരു സാധാരണ പെൺകുട്ടിക്ക് മുന്നിൽ വെച്ചു നീട്ടുന്നത് കണ്ട ദീപക് ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവൻ്റെ മുഖത്തെ ആത്മവിശ്വാസം പെട്ടെന്ന് ദേഷ്യത്തിന് വഴിമാറി. അവൻ മുന്നോട്ട് വന്ന് മേശപ്പുറത്ത് കൈകൾ ഊന്നി ഉച്ചത്തിൽ ചോദിച്ചു, "ഇതെങ്ങനെ സാധ്യമാകും ചെയർമാൻ? എൻ്റെ അച്ഛൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലേ? ഈ തസ്തികയ്ക്ക് ആവശ്യമായ എല്ലാ യോഗ്യതയും എനിക്കല്ലേയുള്ളൂ. യാതൊരു പാരമ്പര്യവുമില്ലാത്ത ദരിദ്രയായ ഈ പെൺകുട്ടിക്ക് നിങ്ങളെങ്ങനെ ഈ വലിയ ജോലി കൊടുക്കും?" ദീപക്കിൻ്റെ ആ അഹങ്കാരം നിറഞ്ഞ ചോദ്യം കേട്ടതും CEO മാധവൻ്റെ മുഖം കടുത്തു.
അദ്ദേഹം തൻ്റെ മുന്നിലിരുന്ന വലിയ കമ്പ്യൂട്ടർ മോണിറ്റർ സംവിധാനം ദീപക്കിൻ്റെ നേരെ തിരിച്ചുവെച്ചു. അതിൽ ദീപക് അനന്യയെ ക്യാൻറ്റീനിലെ വിളിച്ച് വിജനമായ കോണിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതും 10 ലക്ഷം രൂപയുടെ ചെക്ക് നീട്ടി അവളുടെ കഴിവിനെ വില പറയുന്നതും. ഒടുവിൽ ആ പണത്തെ പുച്ഛിച്ചു തള്ളി അനന്യ ആ ചെക്ക് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതുമായ ക്യാൻറ്റീനിലെ CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പ്ലേ ആകുന്നുണ്ടായിരുന്നു. മാധവൻ ദീപക്കിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, "ഈ തസ്തികയ്ക്ക് യോഗ്യത നിനക്കല്ല ദീപക്, ഇവൾക്കാണ്. നീ പണവും അച്ഛൻ്റെ രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ക്യാൻറ്റീനിൽ വെച്ച് ഇവളെ വില പറഞ്ഞു വാങ്ങാൻ നോക്കിയതും ഇവൾ നിന്റെ മുഖത്ത് നോക്കി ആ ചെക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതും ഈ CCTVയിലൂടെ തത്സമയം ഞാൻ കാണുന്നുണ്ടായിരുന്നു." അതു കേട്ടതും തൻ്റെ ചതിയും അഹങ്കാരവും ചെയർമാൻ്റെ മുന്നിൽ വെളിച്ചത്തായ ഭയത്തിൽ ദീപക്കിൻ്റെ മുഖത്തെ ചോര വറ്റിപ്പോയി. അവൻ മറുപടിയൊന്നും പറയാനാകാതെ തരിച്ചു നിന്നു. മാധവൻ തൻ്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അനന്യയുടെ അരികിലേക്ക് നടന്നു. അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അതിയായ സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും സംസാരിക്കാൻ തുടങ്ങി. "മോളെ അനന്യ, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? 5 വർഷം മുൻപ് ഇതേ കമ്പനിയിൽ ഞാൻ ഒരു സാധാരണ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന കാലം. അന്ന് കനത്ത മഴയുള്ള ഒരു രാത്രിയിൽ എനിക്ക് ഡ്യൂട്ടിക്കിടയിൽ പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി. ഞാൻ ഈ ഓഫീസിൻ്റെ പടിവാതിൽക്കൽ ബോധമില്ലാതെ നിലത്തു വീണു. ആ സമയത്ത് ലക്ഷറി കാറുകളിൽ ഇതേ റോഡിലൂടെ പാഞ്ഞുപോയ നിന്നെപ്പോലെയുള്ള പണക്കാരിൽ ആരും വണ്ടി നിർത്തി ആ വൃദ്ധനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല." അദ്ദേഹം ദീപക്കിനെ ചൂണ്ടി അനന്യയോട് തുടർന്നു. "അന്ന് ഈ കമ്പനിയിൽ ഒരു ചെറിയ ക്ലർക്ക് പരീക്ഷ എഴുതാൻ വന്ന ഈ മകൾ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ആ പരീക്ഷയുടെ സമയം അടുത്തിട്ട് പോലും അതുപേക്ഷിച്ചാണ് റോഡിൽ കിടന്ന ഒരു അപരിചിതനായ വൃദ്ധനെ സ്വന്തം തോളിൽ ചുമന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത്." മാധവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും ആ പഴയ ഓർമ്മകളിൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "അന്ന് എൻ്റെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി ഈ മകളുടെ കയ്യിലുണ്ടായിരുന്ന സെമസ്റ്റർ ഫീസിൻ്റെ പണം മുഴുവൻ ഹോസ്പിറ്റലിൽ അടച്ചിട്ടാണ് നീ അവിടെ നിന്നും പോയത്. അന്ന് ഈ മകൾ കാണിച്ച ആ നന്മ കൊണ്ടും കരുണ കൊണ്ടും മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. പിന്നീട് വിദേശത്തായിരുന്ന എൻ്റെ മകൻ നാട്ടിൽ തിരിച്ചെത്തി ഈ കമ്പനി വിലയ്ക്ക് വാങ്ങിയപ്പോഴാണ് ഞാൻ ഈ ചെയർമാൻ കസേരയിൽ എത്തിയത്. അന്നു മുതൽ ഞാൻ എൻ്റെ ഈ മകളെ, എൻ്റെ രക്ഷകയെ തിരയുകയായിരുന്നു. ഇന്ന് ഈ ഇൻ്റർവ്യൂ ലിസ്റ്റിൽ നിൻ്റെ പേര് കണ്ടപ്പോൾ ഈ ജോലി നിനക്കുള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. എങ്കിലും നിൻ്റെ ആത്മാഭിമാനവും സത്യസന്ധതയും ഒന്നുകൂടി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ആ ക്യാൻറ്റീനിലെ CCTV ദൃശ്യങ്ങൾ സഹായിച്ചു. പണത്തിനു മുന്നിൽ താൽക്കാലിക ലാഭത്തിനു വേണ്ടി സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കാതെ പ്രതിസന്ധികളിൽ തളരാത്ത ഈ പെൺകുട്ടിയാണ് ഈ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഏറ്റവും അർഹതയുള്ളവൾ. ഇത് നിൻ്റെ അധ്വാനത്തിനും നന്മയ്ക്കും കാലം കരുതി വെച്ച സമ്മാനമാണ് മോളെ." CCTVയിലൂടെ തൻ്റെ സത്യസന്ധത ചെയർമാൻ നേരിട്ട് കണ്ടറിഞ്ഞ വിവരം മനസ്സിലാക്കിയപ്പോൾ അനന്യയുടെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞുപോയി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. താൻ എപ്പോഴോ ചെയ്ത ഒരു ചെറിയ നന്മ വർഷങ്ങൾക്കു ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനും അമ്മയെ മികച്ച രീതിയിൽ ചികിത്സിക്കാനും കാരണമായിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്വന്തം ചതി വെളിച്ചത്തായ നാണക്കേടിലും അപമാനത്തിലും ദീപക് തല താഴ്ത്തി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അനന്യ ആ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ പുതിയ മാനേജരായി അഭിമാനത്തോടെ ചുമതലയേറ്റു.
പണത്തേക്കാളും സ്വാധീനത്തേക്കാളും വലുത് നമ്മൾ ചെയ്യുന്ന നന്മയും കഠിനാധ്വാനവുമാണെന്ന് കാലം തെളിച്ച മനോഹരമായ നിമിഷമായിരുന്നു അത്. അനന്യയുടെ ഈ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ ചിലപ്പോൾ താൽക്കാലികമായി നമ്മൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നാം. അന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നപ്പോൾ അനന്യയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും കാലം അതിൻ്റെ ഡയറിക്കുറിപ്പിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട്. പണവും അഹങ്കാരവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള ദീപക്കിന് മുന്നിൽ സ്വന്തം കഴിവിനെ വില പറയാൻ അനുവദിക്കാതെ അനന്യ കാണിച്ച ആ ആത്മാഭിമാനമാണ് അവളെ ആ വലിയ കമ്പനിയുടെ മാനേജർ കസേരയിലെത്തിച്ചത്. ചതിയും പണക്കൊഴുപ്പും താൽക്കാലികമായി ജയിച്ചേക്കാം, പക്ഷേ അവസാന വിജയം എപ്പോഴും സത്യസന്ധതയ്ക്കും കഠിനാധ്വാനത്തിനും ഒപ്പം മാത്രമായിരിക്കും. അനന്യയുടെ കഠിനാധ്വാനത്തിൻ്റെയും അവൾ ചെയ്ത നന്മയുടെയും ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതുപോലെ നല്ല മോട്ടിവേഷണൽ ഡ്രാമാറ്റിക് സ്റ്റോറികൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ കഥയുമായി വീണ്ടും കാണാം. നന്ദി.